ഒപ്പം തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇക്കൊല്ലവും കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതി ഇല്ല. കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു നിശ്ചല ദൃശ്യം. കേരളം നൽകിയ 10 ഡിസൈനുകൾക്കും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ കേരളം കൊടുക്കുന്ന ഈ ഒരു പ്ലോട്ടുകൾ നിഷേധിക്കപ്പെടുന്നത്. പക്ഷേ അവിടെ കൃത്യമായി ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെടുകയാണ് കേരളത്തിൻ്റെ ഇത്തരത്തിൽ നൽകിയ ഈ 10 പ്ലോട്ടുകളുടെയും തീമുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർച്ചയായ തരത്തിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയങ്ങൾക്ക് ഒരു അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. 2022-ലും 2021-ലും കേരളത്തിന്റെ നിശ്ചല ദൃശ്യങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2022-ൽ ചില മാറ്റങ്ങളോടുകൂടി കേരളത്തിന്റെ പ്രമേയത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. 2020-ൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിനുള്ള പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് എല്ലാ തവണയും വിവിധ സംസ്ഥാനങ്ങൾ നൽകുന്ന നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയത്തിൽ നിന്ന് ഏറെ മികച്ചതെന്ന് തോന്നുന്ന 15-16 സംസ്ഥാനങ്ങളെയാണ് പ്രതിരോധ മന്ത്രാലയം തെരഞ്ഞെടുക്കാറുള്ളത്. അതൊരു സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ജനാധിപത്യത്തിന്റെ മാതാവ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്ര എന്നിവ സംബന്ധിച്ചുള്ള എന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരളം നൽകിയിട്ടുള്ളതാകട്ടെ, സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളതാകട്ടെ, കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രമേയങ്ങളാണ്. ജിഷ്ണു, അത് തന്നെയാണ് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നതും. അതായത് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ ഈ റിപ്പബ്ലിക് ദിന പരേഡുമായി സമർപ്പിക്കുന്ന ഈ ഫ്ലോട്ടുകളിൽ ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയല്ല കേരളം നൽകിയത്. അതും 10 പ്ലോട്ടുകൾ നൽകിയതും അതിലും എല്ലാ മാനദണ്ഡങ്ങൾ ലംഘിച്ചു തന്നെയാണ്. ഇവിടെ ഈ മാനദണ്ഡങ്ങൾക്കുപരിയായി കേരളത്തിൻ്റെ വികസനം, അവിടുത്തെ ഒരു രാഷ്ട്രീയം അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ബോധപൂർവമാണ്, രാഷ്ട്രീയമായൊരു നീക്കമായിരുന്നു സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നുള്ള സംശയം തന്നെയാണ് ബലപ്പെടുന്നത്, അല്ലേ? KP 10 പ്രമേയങ്ങളാണ് അല്ലെങ്കിൽ 10 ഈ നിശ്ചല ദൃശ്യത്തിനായുള്ള പ്രമേയങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചിരുന്നത്. എന്നാൽ അതിനേക്കാൾ മികച്ച നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കേരളത്തിന് അനുമതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കേരളത്തോടൊപ്പം തന്നെ ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കും ഇത്തവണ ഈ നിശ്ചല ദൃശ്യങ്ങളുടെ അവതരണത്തിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ റിപ്പബ്ലിക് ദിന പരേഡിന് അനുമതി ലഭിക്കാത്ത നിശ്ചല ദൃശ്യങ്ങൾ ഈ മാസം 23 മുതൽ 31 വരെയും ചെങ്കോട്ടയുടെ പരിസരത്ത് നടക്കുന്ന ഭാരത് പർവ് പരിപാടിയിൽ പ്രദർശിപ്പിക്കണം, അല്ലെങ്കിൽ അതിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും എന്ന നിർദ്ദേശം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ വളരെ മികച്ച രീതിയിൽ പാലിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കണം കേരളത്തിൻ്റെ ഈ നിശ്ചല ദൃശ്യത്തിനുള്ള അനുമതി ലഭിക്കാതിരുന്നത്. അത് ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മികച്ച നിശ്ചല ദൃശ്യങ്ങൾക്കുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളെയാണ് പ്രതിരോധ മന്ത്രാലയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ വർഷങ്ങളിലും നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ അല്ലെങ്കിൽ നടപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യത്തിന് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അനുമതി ലഭിക്കാതിരുന്നിട്ടുള്ളത്. ഇതിൽ ഇനി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയ നിശ്ചല ദൃശ്യത്തിനുള്ള അനുമതി തേടുകയോ ചെയ്താൽ അതിന് അനുമതി ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ ചില മാറ്റങ്ങളോടുകൂടി കേരളത്തിൻ്റെ ഈ നിശ്ചല ദൃശ്യത്തിനുള്ള അനുമതി പ്രതിരോധ മന്ത്രാലയം നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. KP ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.